സംസ്ഥാന കായകൽപ്പ് അവാർഡുകൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ്. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി വിഭാഗത്തിൽ ജില്ലയിൽ നിന്നും കായംകുളം താലൂക്ക് ആശുപത്രിയെ അവാർഡിന് തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ജനുവരി മാസമാണ് കായകൽപ്പ് പുരസ്കാരത്തിനുള്ള വിലയിരുത്തൽ നടത്തിയത്. 2024-2025 വർഷത്തെ സംസ്ഥാന കായകൽപ്പ അവാർഡുകൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി വിഭാഗത്തിൽ 70% കൂടുതൽ മാർക്ക് നേടി 14 ആശുപത്രികൾ 1 ലക്ഷം രൂപ വീതം കായകൽപ്പ കമന്റേഷൻ അവാർഡ് തുകയ്ക്ക് അർഹരായി. ഇതിൽ ജില്ലയിൽ നിന്നും കായംകുളം താലൂക്ക് ആശുപത്രിയാണ് ഉൾപ്പെടുന്നത്. 78% മാർക്കാണ് കായംകുളം താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ജില്ലാ ജനറൽ ആശുപത്രി വിഭാഗത്തിൽ 70% കൂടുതൽ മാർക്ക് നേടി 16 ആശുപത്രികൾ 3 ലക്ഷം രൂപ വീതം കായകൽപ്പ കമന്റേഷൻ അവാർഡ് തുകയ്ക്ക് അർഹരായി. ഇതിൽ 84% മാർക്ക് നേടി മാവേലിക്കര ജില്ലാ ആശുപത്രി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 70% കൂടുതൽ മാർക്ക് നേടി 21 ആശുപത്രികൾ 1 ലക്ഷം രൂപ വീതം കായകൽപ്പ കമന്റേഷൻ അവാർഡ് തുകയ്ക്ക് അർഹരായി. മുതുകുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രം 80% മാർക്കുമായി ഈ ഇനത്തിൽ ഇടം നേടി. നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വിഭാഗത്തിൽ കായംകുളം ചേരാവള്ളി ആരോഗ്യ കേന്ദ്രം ഉൾപ്പെട്ടു. ജനകീയ ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ ചെട്ടുകുളങ്ങര ആരോഗ്യ കേന്ദ്രവും ഉൾപ്പെട്ടിട്ടുണ്ട്. CDNet ന്യൂസ് കായംകുളം.